ശശിനാരായണൻ, പത്തനംതിട്ടയിലാണ് ഏറ്റവും രൂക്ഷമായ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നത്. ആറന്മുളയിലും മറ്റും സ്ഥിതി ഗുരുതരമാണ്. മുഖ്യമന്ത്രിയും അതിന്റെ സൂചനകൾ നൽകുന്നുണ്ട്. കൂടുതൽ സംവിധാനങ്ങൾ അങ്ങോട്ടേക്ക് എത്തിക്കാൻ തയ്യാറെടുക്കുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. എന്താണ് സാഹചര്യം? ഇപ്പോഴും വീടുകളിൽ നിന്ന് ആളുകൾ മാറി താമസിക്കാൻ പോലും തയ്യാറാകുന്നില്ല എന്നത് വലിയ വെല്ലുവിളിയാണോ? രേണുക, തീർച്ചയായും അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം ഈ വെള്ളക്കെട്ട് വീടുകളിലെ തിരുവല്ല, ആറന്മുള, അതുപോലെ തന്നെ റാന്നി എന്നീ മേഖലകളിലെല്ലാം ഈ പമ്പയാറ് കരകവിഞ്ഞതോടുകൂടി വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് താഴ്ന്ന പ്രദേശങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. അത് ഏറ്റവും കൂടുതലുള്ളത് അപ്പർ കുട്ടനാട് മേഖലയായ തിരുവല്ല, കടപ്ര, പെരിങ്ങര, നിരണം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഈ വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുള്ളത്. തിരുവല്ലയിൽ തിരുമൂലപുരം എന്ന സ്ഥലത്ത് 250ഓളം വീടുകൾ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. ഈ വീടുകളിലുള്ള ആളുകളെ പരമാവധി ക്യാമ്പുകളിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ വീടുകളിൽ നിന്ന് പലപ്പോഴും പല ആളുകളും ഈ ക്യാമ്പിലെത്താൻ ബുദ്ധിമുട്ട് കാണിക്കുന്നവർ തയ്യാറാകുന്നില്ല. അത് പ്രധാന കാരണം ഈ ക്യാമ്പിൽ വന്നാൽ മതിയായ സൗകര്യങ്ങളോ ഭക്ഷണമോ മറ്റു കാര്യങ്ങളോ കിട്ടത്തില്ല എന്ന ചില പ്രചരണങ്ങൾ കൂടിയുണ്ട്. എന്നാൽ ഈ ആളുകളെ ആ ക്യാമ്പിൽ എത്തിക്കാനുള്ള ശ്രമമാണ് പ്രധാനമായും രക്ഷാപ്രവർത്തകരും ഈ ഫയർഫോഴ്സ് സംഘവും അടക്കം ചെയ്യുന്നത്. നിലവിൽ ഈ വീടുകളിൽ ഇവർ ഒറ്റപ്പെട്ടു പോയാൽ ഒരുപക്ഷെ പിന്നീട് വൈദ്യുതി ബന്ധം ഒന്നും ഇല്ലാതെ വന്നാൽ ഫോണുകൾ ചാർജ് ചെയ്താൽ ഫോൺ ബന്ധവും നിഷേധിക്കപ്പെട്ടാൽ ഒരുപക്ഷെ ഇവർക്ക് തിരിച്ച് രക്ഷാപ്രവർത്തനം നടത്താൻ ഏറ്റവും ദുഷ്കരമായി മാറും. അതുകൊണ്ട് തന്നെ ഈ ചികിത്സ കിട്ടുന്ന ആളുകളുണ്ട്, രോഗികളുണ്ട്, അതുപോലെ തന്നെ സുഖമില്ലാത്തവരുണ്ട്, വയസ്സായവരുണ്ട്. അങ്ങനെ ഒട്ടനവധി ആളുകൾ ഈ വീടുകളിലൊക്കെ പല സ്ഥലങ്ങളിലും ഇരുനില വീടുകളിലും മുകളിലത്തെ നിലയിലാണ് പലപ്പോഴും ഇവർ ഉള്ളത്. അവിടെ നിന്നാണ് ഈ ഡിങ്കി ബോട്ടുകളിലൊക്കെ ആളുകളെ ക്യാമ്പുകളിലേക്ക് എത്തിക്കുന്നത്. എന്നാൽ പലരും ഇത്തരം ഈ വീടുകളിൽ നിന്നും രക്ഷാപ്രവർത്തകരോടൊപ്പം ഈ ക്യാമ്പുകളിലെത്താൻ മടിക്കുന്ന വലിയൊരു പ്രതിസന്ധിയായി തുടരുന്നുണ്ട്. ശശിനാരായണൻ, ഒരു പ്രളയത്തിന്റെ വലിയ ദുരനുഭവമുള്ള മനുഷ്യരാണ്. അപ്പോ എന്തുകൊണ്ടാണ് അവർ ഇനിയും ഒരു റിസ്ക് എടുക്കുന്നത്? കഴിഞ്ഞ തവണയും ഇതുപോലെ വീടുകളിൽ തുടർന്നവർക്കാണ് വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നത്. അപ്പോൾ ഈ ഘട്ടത്തിൽ അധികൃതർ പറയുന്നത് കേൾക്കുക എന്നതിനല്ലേ പ്രഥമ പരിഗണന നൽകേണ്ടത്? തീർച്ചയായും രേണുക പറയുന്നത് ശരിയാണ്. പക്ഷേ ഈ ആളുകൾ ഈ ആറന്മുള, കോഴഞ്ചേരി, അതുപോലെ തന്നെ ഈ തിരുവല്ല, നിരണം അടക്കമുള്ള മേഖലകളിലെ ആളുകൾ സ്വാഭാവികമായും അവരുടെ ഈ പ്രദേശത്തെ ഈ 2018 പ്രളയം കണ്ട ആളുകളാണ്. പക്ഷേ ക്യാമ്പുകളിൽ വന്ന് താമസിക്കാനുള്ള ബുദ്ധിമുട്ടും മറ്റു കാര്യങ്ങളുമാണ് പറഞ്ഞാണ് പലരും ഈ വീടുകളിൽ തന്നെ താമസിക്കുന്നത്. ഒപ്പം ഈ വെള്ളം ഇന്നിറങ്ങും എന്നുള്ള പ്രതീക്ഷയുണ്ട്. ഒരുപക്ഷെ ഇന്ന് മഴ പെയ്തിൽ വീണ്ടും വെള്ളം ഇറങ്ങും എന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയൊക്കെയാണ് താമസിക്കുന്നത്. പക്ഷേ അപ്രതീക്ഷിതമായാണ് പലപ്പോഴും ഈ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ദുരന്ത നിവാരണ അതോറിറ്റി ഇവരോട് പറയുന്നത് എത്രയും പെട്ടെന്ന് ക്യാമ്പുകളിലേക്ക് നിങ്ങൾ മടങ്ങണം. പക്ഷേ പലരും അത് കേൾക്കുന്നില്ല. എന്തായാലും പരമാവധി ആളുകളെ ക്യാമ്പുകളിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ പൂർത്തീകരിക്കുന്നത്. അതായത് തിരുവല്ല, അതുപോലെ തന്നെ മല്ലപ്പള്ളി, കോഴഞ്ചേരി, ആറന്മുള താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ ക്യാമ്പുകൾ ഇപ്പോൾ തുറന്നിട്ടുള്ളത്. ഏകദേശം 80ഓളം ക്യാമ്പുകൾ തന്നെ ഉണ്ട്. ഏകദേശം 5000-ലധികം ആളുകൾ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ കഴിഞ്ഞ 2 ദിവസമായി ഈ പമ്പയാറിലെ ജലനിരപ്പ് ഉയർന്നതോടുകൂടി തന്നെ ഈ ആളുകൾ ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന വീടുകൾ മുഴുവനും വെള്ളത്തിലായ സാഹചര്യമുണ്ട്. റോഡ് ഗതാഗതം ഏകദേശം പല സ്ഥലത്തും തടസ്സപ്പെട്ട ഒരു രീതിയുണ്ട്. റാന്നിയിൽ ചെട്ടിമുക്ക് ഭാഗം, ഒപ്പം ഈ അങ്ങാടിക്കൽ അങ്ങനെയുള്ള സ്ഥലങ്ങള്, ഒപ്പം മാമുക്ക് തുടങ്ങിയ സ്ഥലങ്ങള്, റാന്നി വലിയ പാലത്തിനടുത്തുള്ള ഉപാസനക്കടവ് തുടങ്ങിയ ഭാഗങ്ങളെല്ലാം വെള്ളം കയറിയ അവസ്ഥയിലാണ്. ഈ പമ്പ നദിയിൽ ജലനിരപ്പ് ഉയർന്നതാണ് പ്രധാനമായ കാരണം. ഇത് ശബരിമല കാടുകളിൽ കഴിഞ്ഞ 2 ദിവസമായി തകർത്ത് മഴ പെയ്യുന്നതിന്റെ ശക്തമായ മഴ ലഭിക്കുന്നുണ്ട്. ഈ മഴയാണ് പമ്പാ നദിയിൽ ഒഴുകി എത്തുന്നത്. റാന്നിയും ആറന്മുളയും കോഴഞ്ചേരിയും അടക്കമുള്ള തിരുവല്ല അടക്കമുള്ള അപ്പർ കുട്ടനാട് മേഖലയിലേക്ക് പമ്പാ നദിയും മണിമലയാറും എത്തുന്നതാണ് തിരുവല്ല അടക്കമുള്ള മേഖലകളിലെ ഏറ്റവും വലിയ ഗുരുതര പ്രശ്നങ്ങൾക്ക് കാരണം. അതാണ് ഏറ്റവും വലിയ കാര്യം. എന്തായാലും പത്തനംതിട്ടയിലാണ് ഏറ്റവും ഗുരുതരമായ സ്ഥിതി ഇപ്പോഴും ഉള്ളത്. പല വീടുകളും വെള്ളത്തിനടിയിലാണ്. മാത്രവുമല്ല, ഇനിയും മഴ തുടരുമെന്ന സാഹചര്യം കൂടിയുണ്ട്. വലിയ വെല്ലുവിളിയാണ് അവിടെ ആ സാഹചര്യങ്ങളൊക്കെ ഉയർത്തുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.